പ്രശാന്ത് സാർ, നമുക്കറിയാം പാകിസ്ഥാൻ ഇന്ത്യക്ക് മേൽ ഉന്നയിക്കുന്ന ചില ആരോപണങ്ങളുണ്ട്. കഴിഞ്ഞ കുറച്ചു നാളുകളായിട്ട് വിദേശ രാജ്യങ്ങളിലെ പല വേദികളിലും രാഹുൽ ഗാന്ധി ആവർത്തിക്കുന്നതും ഇതേ ആരോപണങ്ങളാണെന്ന് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകും. കാരണം ഇന്ത്യക്കകം സുരക്ഷിതമല്ല, അല്ലെങ്കിൽ ഇന്ത്യയിൽ രാജ്യം തീരെ ഒരു ഒരു വേണ്ടപ്പെട്ട ഒരു നേതൃത്വം എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി പലപ്പോഴായിട്ട് പറയുന്നത്. രാജ്യത്തിനകത്തു നിന്നുള്ള ഒരാൾ മറ്റു വിദേശ രാജ്യങ്ങളിൽ പോയി രാജ്യത്തിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരവസ്ഥ. അതേ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തെ എത്തിക്കാൻ ശ്രമിച്ചത് പാകിസ്ഥാനാണ് എന്ന് പറയാൻ വ്യക്തമായ കാരണമുണ്ട്. ഗോൾഡൻ ടെമ്പിളിന് നേരെ ഉണ്ടായ ഒരു ആക്രമണമാണത്. ഗോൾഡൻ ടെമ്പിളിന് നേരെ പാകിസ്ഥാൻ നടത്തിയ ആക്രമണം സിഖുകാർക്കിടയിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കി, അല്ലെങ്കിൽ ഒരു വർഗീയ ചേരിതിരിവുണ്ടാക്കി ഇന്ത്യക്കെതിരെ അവരെ കൊണ്ട് ആയുധമെടുപ്പിക്കുക എന്നതായിരുന്നു. ഇത് തന്നെയല്ലേ വിദേശ രാജ്യങ്ങളിൽ ചെന്ന് രാഹുൽ ഗാന്ധിയും ആവർത്തിക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. അപ്പോൾ എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, രാഹുൽ ഗാന്ധിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന് പാകിസ്ഥാന് ഒക്കെയുള്ളത് ഒരേ സ്വരമല്ലേ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിനകത്ത് ആൾക്കാര് പ്രതിപക്ഷ ആരോപണം എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോകുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. പ്രതിപക്ഷ പാർട്ടികൾ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ പോലെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ആൾക്കാർ ഈ പകൽഗാം ഭീകരാക്രമണത്തിന് മുമ്പും അതിനുശേഷവും ഒരുപക്ഷെ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ വളരെ കൃത്യതയോടു കൂടി നമ്മൾ പരിശോധിച്ചാൽ, കുറെ ആഴത്തിൽ പരിശോധിച്ചാൽ ഈ പറയുന്നത് പോലെ ഇതിനെല്ലാം സമാനതകളുള്ളതും ലക്ഷ്യങ്ങൾ ഉള്ളതുമായിട്ടും ഒരേ സ്വരം ഉള്ളതുമായിട്ടും ഒക്കെ നമുക്ക് തോന്നുന്നുണ്ട്. കാരണം രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകൾ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആൾ അല്ലെങ്കിൽ അദ്ദേഹം നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്കകത്തെ പല നേതാക്കന്മാരും വളരെ കാലമായിട്ട് നടത്തുന്ന പ്രസ്താവനകൾ, ഇപ്പം ഈ സിന്ധൂർ എന്ന് പറയുന്ന ഓപ്പറേഷന് കാരണമായിട്ടുള്ള പകൽഗാം ഭീകരവാദത്തിന്റെ അകത്ത് അതിനുശേഷം വന്ന ലോകം മൊത്തം മോശമാണെന്നും അല്ലെങ്കിൽ മതം നോക്കി ഒരു ഭീകരവാദം ഇതുവരെ അങ്ങനെ അല്ലെങ്കിൽ അതാണ് ഭീകരവാദത്തിന്റെ ലക്ഷ്യമെങ്കിലും ഇതുപോലെ വ്യക്തത വരുത്തി നടത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ ഇന്ത്യക്കകത്ത് നിന്ന് അതിനെ ന്യായീകരിക്കുകയും അല്ലെങ്കിൽ പാകിസ്ഥാൻ പറയുന്നത് കാര്യങ്ങൾ അതേ സ്വരത്തിൽ പറയുന്ന നേതാക്കന്മാരുണ്ടാവുകയും ചെയ്ത പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണ്. ആദ്യമേ തുടങ്ങിയത് രാഹുലിന്റെ അല്ലെങ്കിൽ മാളിയനായിട്ടുള്ള റോബർട്ട് വാദ്ര, അതിനുശേഷം മഹാരാഷ്ട്ര MLA തുടങ്ങി, കർണാടകത്തിൽ നിന്നുള്ള മന്ത്രി പറഞ്ഞു, സിക്കിൽ അല്ലെങ്കിൽ അവരുടെ കേന്ദ്രമന്ത്രി പറയുന്നു, ഏറ്റവും അവസാനം ഗാർഗെ ഇന്നലെയും പറഞ്ഞിരിക്കുന്നു സിന്ധൂർ ഒരു തട്ടിക്കൂട്ട് യുദ്ധമാണ്, അല്ലെങ്കിൽ ഇത് ഇങ്ങനത്തെ ഒരു കാര്യം വളരെ കൂടുതലായിട്ട് പ്രധാനമന്ത്രിക്ക് നടക്കുമെന്നറിയാമായിരുന്നു. കാശ്മീരിൽ സുരക്ഷ ആക്രമണം നടക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി പോകാതിരുന്നു. അവിടുത്തെ സാധാരണക്കാരനെ സംരക്ഷിക്കുന്നതിന് എന്തുകൊണ്ട് അവിടുത്തെ ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് പട്ടാളക്കാരെ കൂട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും ഇതേ രീതിയിൽ പറയുന്നു. അപ്പം ഇതിനകത്ത് ഇസ്ലാമിസ്റ്റുകളും അല്ലെങ്കിൽ ഈ ഇന്ത്യ വിഭജനത്തിന് വേണ്ടി നിൽക്കുന്നത് ഇസ്ലാമിസ്റ്റുകളും ഒരുപക്ഷെ ഖാലിസ്ഥാൻ വാദികളുമാണ്. ഖാലിസ്ഥാൻ വാദത്തിന് പഞ്ചാബിൽ നിന്ന് പ്രമോഷൻ ഇല്ലാതിരിക്കുന്ന സമയത്തും കാനഡ പോലെയും അമേരിക്കയും പോലെ ഉള്ളയിടത്ത് അതിന് വേണ്ട ഇന്ത്യക്കെതിരെ തയ്യാറെടുപ്പ് നടത്തുന്നതിന് വേണ്ടി ആ രാജ്യങ്ങളുടെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സപ്പോർട്ടോട് ഖാലിസ്ഥാൻ വാദം വളർത്തുകയും അവിടുന്ന് ഖാലിസ്ഥാൻ വാദം കയറ്റി അയച്ച് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒരുപക്ഷെ ഇന്ത്യ വിഭജനത്തിന് വേണ്ടി നിൽക്കുകയും ചെയ്യുന്ന അവർക്ക് അനുകൂലമായിട്ടുള്ള പ്രസ്താവനകളുമായിട്ട് പലവട്ടം ഇന്ത്യക്ക് വെളിയിൽ പോയി. ഒരുപക്ഷെ കൃത്യമായിട്ട് 6 മാസ ഇടവേളകളിൽ അമേരിക്ക പോലെയും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പോലെയും ഏതെങ്കിലുമൊക്കെ സംഘടനയുടെ പേര് പറഞ്ഞ് ചെന്ന് അവിടെ പ്രസംഗിക്കുകയും ഇന്ത്യ വിരുദ്ധ പ്രസംഗിക്കുകയും അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് പ്രമോഷൻ കൊടുക്കുന്നത് ഖാലിസ്ഥാൻ വാദികൾ. അദ്ദേഹം രഹസ്യമായിട്ട് കാണുന്നത് ഖാലിസ്ഥാൻ വാദി നേതാക്കന്മാരെ 21-ലാണെന്ന് തോന്നുന്നു അദ്ദേഹം പറഞ്ഞ, അല്ലെങ്കിൽ 21 സെപ്റ്റംബർ 10 കൃപാൻ. ഈ കൃപാൻ എന്ന് പറയുന്ന ഈ സിഖുകാർ ഉപയോഗിക്കുന്ന ഒരു കടാരയാണ്, അല്ലെങ്കിൽ തലപ്പാവുണ്ട് അവിടെ. ഈ കൃപാൻ ഉപയോഗിക്കാൻ, തലപ്പാവ് ഉപയോഗിക്കാൻ ഒക്കെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടോ? ഒരു മീറ്റിങ്ങിനകത്ത് സിഖുകാരനായിട്ടുള്ള തലപ്പാവുള്ള ഒരാളിനെ വിളിച്ച് ഉദ്ധരിച്ച് അവിടെ സംസാരിച്ച, ഇവിടത്തെ അതിനൊന്നുമുള്ള സ്വാതന്ത്ര്യം എന്റെ രാജ്യത്തില്ല, എന്റെ രാജ്യത്ത് ഗുരുദ്വാരകൾ പോകാൻ സ്വാതന്ത്ര്യമില്ല, ഇന്ത്യ മഹാരാജ്യത്ത് സിഖുകാർക്ക് ഗുരുദ്വാരകൾ പോകാൻ സ്വാതന്ത്ര്യമില്ല, കൃപാൻ ഉപയോഗിക്കാൻ സ്വാതന്ത്ര്യമില്ല, തലപ്പാവ് വെക്കാൻ സ്വാതന്ത്ര്യമില്ല എന്ന് അയാൾ അവിടെ പ്രസംഗിക്കുമ്പോൾ യഥാർത്ഥ സത്യാവസ്ഥ എന്താണ്?
അപ്പം ഈ രീതിയിലൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിൽ അവർക്ക് അനുകൂലമായിട്ട് സംസാരിക്കുകയും അല്ലെങ്കിൽ അവരെ ഇവിടെ ചേരിതിരിക്കുന്നതിന് ആക്കം കൂട്ടുകയും അതിനകത്ത് അത്തരത്തിൽ നിൽക്കാത്ത ആൾക്കാർക്ക് പോലും അതേ രീതിയിൽ ചിന്തയുണ്ടാക്കി ഒരു കലാപത്തിന് ഖാലിസ്ഥാൻ വാദികൾ നിൽക്കുമ്പോൾ അതിന് സാധ്യത ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇത് ഈ പറയുന്നത് പോലെ നേരത്തെ ഒരു വിമാനം റാഞ്ചൽ കേസിൽ അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞു, വിമാനം റാഞ്ചിയിട്ടുള്ള ഒരു വിഷയം ഉണ്ടായിരുന്നു. ഈ പറയുന്ന ഈ കനിഷ്ക വിമാനത്താവളം 300 പേരെ കൊന്ന ഒരു പ്രതി കാനഡയിലാണ്. അത് വിചാരണയ്ക്ക് ശേഷം അദ്ദേഹം 2025 അദ്ദേഹത്തെ കുറ്റക്കാരനല്ലെന്ന് കണ്ട് വെറുതെ വിട്ട് റിബു ദമൻ സിംഗ് മാലിക് എന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഒരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സിഖുകാർക്ക് ഗുണം ചെയ്യുന്നതും അത് അവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള അവരുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതുമായിട്ടുള്ള പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന സിഖ് കലാപം ഇവിടെ ഉരുത്തിരിഞ്ഞല്ല അല്ലെ സിഖുകാരെ കൂട്ടക്കൊല ചെയ്യുന്ന ഒരു കലാപത്തിന്റെ പുറത്ത് എടുത്തിരിക്കുന്ന കേസുകൾ അല്ലെങ്കിൽ അതിന്റെ കെയർ ഓഫിൽ അന്ന് ഇവിടുന്ന് പലായനം പെട്ടിട്ടുള്ള ആൾക്കാർ ഇവർക്കൊക്കെ തിരിച്ചു വരുന്നതിനും ആ നിരപരാധികളെ ആ കേസിൽ നിന്ന് വിടുതൽ വരുത്തുന്നതിനും ഒക്കെ ഇടപെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ കോർട്സുകൾ അല്ലെങ്കിൽ ഇവരുടെ ആൾക്കാർക്ക് വേണ്ട രീതിയിൽ പരിഗണന കൊടുത്ത് വിദേശ രാജ്യങ്ങളിൽ പോയി അല്ലെങ്കിൽ സംസാരിക്കുന്നതിനും ഒക്കെ അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ പരിഗണന കിട്ടിയിട്ടുള്ളത് ഇദ്ദേഹത്തിന്റെ കാലത്താണെന്ന് ഒരു കാലത്ത് ഭീകരവാദം അല്ലെ ഖാലിസ്ഥാൻ വാദം പ്രൊമോട്ട് ചെയ്ത് ഇപ്പൊ അതിൽ നിന്ന് മാനസികമായിട്ട് മാറി നിൽക്കുന്ന ലോകം അറിയുന്ന അദ്ദേഹം പോലും ഇതിനെപ്പറ്റി ലേഖനം എഴുതിയിട്ട്. അപ്പൊ സിഖുകാരുടെ ഭാഗത്ത് നിന്ന് ഇന്ത്യക്ക് അനുകൂലമായിട്ടും അല്ലെങ്കിൽ ഇന്ത്യയിലെ അവരുടെ ഭാഗമായിട്ടിരിക്കുന്ന ഏറ്റവും നല്ല പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന് പറയുമ്പോഴാണ് ഇപ്പം ഇതേ രീതിയിലുള്ള കലാപങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നത്. അത് തന്നെയാണ് സിന്ദൂരിൽ സൈനിക താവളം ആക്രമിക്കുന്നതും അല്ലെങ്കിൽ ഇന്ത്യ ആക്രമിക്കുന്നതിനും അല്ലെങ്കിൽ ഇന്ത്യയുടെ എയർബേസുകൾ ആക്രമിക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ പ്രാധാന്യത്തോടു കൂടി ഇവിടുത്തെ സുവർണ ക്ഷേത്രം ആക്രമിക്കുന്നതിന് വേണ്ടി തന്നെ പാകിസ്ഥാൻ തയ്യാറാവുകയും അല്ലെങ്കിൽ പാകിസ്ഥാൻ അതിന് മിസൈൽ അയക്കുകയും ഇന്ത്യ അതിവിദഗ്ധമായിട്ട് ആ മിസൈലുകൾ തടയുകയും അതിന് ഈ പറയുന്ന സുവർണ ക്ഷേത്രത്തിന് യാതൊരു കുഴപ്പം വരാതെ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഒരു വലിയ കലാപം ഉരുത്തിരിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമത്തിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശ്രമം പരാജയപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായി. നമ്മളിത് വളരെ മുന്നേ കണ്ടിരുന്നു. അല്ലെങ്കിൽ നമ്മളെ ഇന്റലിജൻസ് സംവിധാനത്തിനകത്ത് പാകിസ്ഥാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശങ്ങൾ എന്താണ് എന്നതിനെ പറ്റി വ്യക്തവരുത്തിക്കൊണ്ടാണ് ഈ പ്രദേശത്ത് ആൾക്കാർക്ക് ഇവിടെ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനും അല്ലെങ്കിൽ അക്രമം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അവിടെ മോക്ക് ഡ്രിൽ നടത്തുകയും അവിടെ അതിന് പരിശീലനം കൊടുക്കുകയും ഏറ്റവും അവസാനം യുദ്ധം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതേ അർത്ഥത്തിൽ പാകിസ്ഥാൻ അവിടെ ഉപദ്രവിക്കുന്ന ഒരു അവസ്ഥ വരെയും അതിനെ പരാജയപ്പെടുത്തുകയൊക്കെ ചെയ്തു. അപ്പം ഇതിനകത്ത് സിന്ദൂറിനകത്ത് പാകിസ്ഥാൻ ഈ ഒരു ശ്രമം നടത്തി ചേരിത്തിരിവ് നടത്തി ഒരു കലാപത്തിലേക്ക് യുദ്ധത്തെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതിന് വളരെ കാലം മുമ്പേ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയും ശ്രമിച്ചിരുന്നു. ഇപ്പൊ യുദ്ധത്തിന് കാരണമായിട്ടുള്ള പഹൽഗാം ഭീകരാക്രമണം നടന്നപ്പോഴും അതിന് ശ്രമിച്ചു. യുദ്ധത്തിന് ശേഷവും ഇന്ത്യ ലോകം അംഗീകരിക്കുമ്പോൾ അതിന് അല്ലെങ്കിൽ അത്തരത്തിൽ ശ്രമം നടത്താതെ അതിനെ പഴിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ഇങ്ങനെ ഒരു യുദ്ധം തട്ടിക്കൂട്ടാന്ന് പറയുന്ന ഒരവസ്ഥയിലേക്കുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ പാകിസ്ഥാനുമായിട്ട് പലവട്ടം ബന്ധമുണ്ടെന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ഒരുപക്ഷെ ഈ സമയത്തും എങ്ങനെയൊക്കെ വേണം എന്ന് പാകിസ്ഥാൻ ആലോചിക്കുമ്പോൾ അതിന്റെ കൂടെ ആലോചിച്ചിട്ടുണ്ടോ എന്ന് പോലും സംശയിച്ചാൽ അത്തരത്തിൽ ഒരു റിപ്പോർട്ട് കിട്ടിയാൽ അത്തരത്തിൽ ഒരു റിപ്പോർട്ട് ഒരുപക്ഷെ കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിൽ കിട്ടിയിട്ട് അത് രഹസ്യമായിട്ട് വെച്ചാൽ അത് രാജ്യസുരക്ഷയെ ബാധിക്കുന്നതും ലോകത്തിന് നാണക്കേടായതുകൊണ്ടും വെളിയിൽ വിടാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിലും അങ്ങനെ ഉണ്ടെന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അല്ലെങ്കിൽ പാകിസ്ഥാനുമായിട്ട് ദീർഘമായ ബന്ധമുള്ള നേതാവാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത്. അപ്പം സുവർണക്ഷേത്ര ആക്രമണത്തിന് മുമ്പിൽ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് അത്തരത്തിലുള്ള ഒരു ഓപ്പറേഷന്റെ പാകിസ്ഥാന്റെ ബ്രെയിനിന്റെ പുറകിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടെന്ന് സംശയിച്ചാൽ പോലും തെറ്റു പറയാനൊക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.